Good morning. Let us discuss about the meaning and features of company. The term company was originally derived from two Latin words, com and panis. So the term company was initially derived from two Latin words, which means two Latin words, com and penny. Com means together and pennies means meal. The term company was originally used for that group of persons who took their meal together. So initially the term company was used for a group of people who took their food or meal together. According to Section 2, Subsection 20 of the Companies Act 2013, company means a company incorporated under this Act or under any of the previous company laws. So, according to Section 2, Subsection 20 of the Companies Act 2013, a company means a company which is incorporated under the Companies Act 2013 or under any of the previous company laws. ഒന്നെങ്കിൽ കമ്പനീസ് ആക്ട് 2013 പ്രകാരമോ അല്ലെങ്കിൽ അതിനു മുന്നേ ഉള്ള ഏതെങ്കിലും കമ്പനീസ് ആക്ട് പ്രകാരമോ ഫോം ചെയ്തിട്ടുള്ള കമ്പനീസിനെയാണ് കമ്പനി എന്ന് സെക്ഷൻ 2 സബ്സെക്ഷൻ 20യിൽ പറയുന്നത്. Lord Justice Lindley has defined a company as an association of many persons who contribute money or money's worth to a common stock and employ it in some trade or business and who share the profit and loss arising therefrom. അപ്പം കമ്പനി അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ജസ്റ്റിസ് ലിൻഡ്ലെ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ആൻ അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ്, കുറേ അധികം ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ്. അവർ ഓരോരുത്തരും ഇൻഡിവിജ്വലി മണി അല്ലെങ്കിൽ മണീസ് വർത്ത് ഒരു കോമൺ സ്റ്റോക്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ തുക വെച്ചിട്ട് അവരെന്തെങ്കിലും ട്രേഡോ ബിസിനസ്സോ എന്തെങ്കിലും നടത്തുന്നു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും ലോസും ഈക്വലി അവർ ഷെയർ ചെയ്ത് എടുക്കുന്നു. ആ ഒരു കൺസെപ്റ്റിനെയാണ് കമ്പനി എന്ന് പറയുന്നത്. The common stock so contributed is denoted in money and is the capital of the company. ആ ഒരു കോമൺ സ്റ്റോക്കിനെയാണ് നമ്മൾ കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. The persons who contribute in it or form it or to whom it belongs are members. The proportion of capital to which each member is entitled is his share. അപ്പോൾ ഇങ്ങനെ പലർ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു കോമൺ അസോസിയേഷൻ, ഒരു ഗ്രൂപ്പ്, അതിനെയാണ് കമ്പനി എന്ന് പറയുന്നത്. ആ ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിനെയും അതിനകത്തുള്ള കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ആൾക്കാരെയും നമ്മൾ കമ്പനിയുടെ മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ആൻഡ് അവരുടെ പ്രപ്പോർഷൻ ഓഫ് ക്യാപിറ്റൽ എത്രയാണോ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതാണ് അവരുടെ ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് എ കമ്പനി. നൗ ലെറ്റ് us മൂവ് ഓൺ ടു ദ ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി. ഫസ്റ്റ് ഫീച്ചർ ഇസ് വോളണ്ടറി അസോസിയേഷൻ. A company is a voluntary association of persons. It can neither compel a person to become its member nor to give up his membership. It is the personal choice of people and their desire to get profit or some other object of their own which inspires them to become members of the company. വോളണ്ടറി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലി ഒരാൾ അവരുടെ സ്വയം ഇഷ്ടപ്രകാരം ജോയിൻ ചെയ്യുന്ന ഒന്നാണ്, ഒരു അസോസിയേഷനാണ്. സോ ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ. നമുക്ക് ഒരാളെയും നിർബന്ധിച്ചുകൊണ്ട് അല്ല നമ്മളൊരു കമ്പനിയിലേക്ക് ചേർക്കുന്നത്. അതേപോലെ ആരുടെയും മെമ്പർഷിപ്പ് നമുക്ക് വെറുതെ ഒഴിവാക്കി കൊടുക്കാനും പാടില്ല. ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ് ഓഫ് പീപ്പിൾ ആൻഡ് ദെയർ ഡിസയർ ടു ഗെറ്റ് പ്രോഫിറ്റ് ഓർ സം അതർ ഒബ്ജക്റ്റ് ഓഫ് ദെയർ ഓൺ വിച്ച് ഇൻസ്പയർസ് ദെം ടു ബിക്കം മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി. അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള താല്പര്യം കൊണ്ടായിരിക്കാം ഓരോരുത്തർ കമ്പനിയിലേക്ക് ഫോം ചെയ്യുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി the feature which attract one to form a company is the profit share. പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടുക എന്നുള്ള ആ ഒരു മോട്ടീവായിരിക്കും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻസ്പിറേഷൻ, കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, വോളണ്ടറി അസോസിയേഷൻ. സോ ഇൻഡിവിജ്വലി വേറെ ആരുടെയും നിർബന്ധപ്രകാരമല്ല, ഒരാളുടെ സ്വയം ഇഷ്ടപ്രകാരമായിരിക്കും ഒരാൾ കമ്പനിയിലേക്ക് ഫോം ചെയ്യുക. സെക്കൻഡ് വൺ ഇസ് ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. A company is an artificial legal person. It is created by a process other than natural birth. It is invisible, intangible, immortal and exists only in the eyes of law. സോ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ അതിന് ലൈഫില്ല,
It is artificially, it is a legal, artificial ആണ്, പക്ഷേ it is a legal entity. അതൊരു പ്രോസസ്സിലൂടെയാണ് ഫോം ചെയ്യുന്നത്, അല്ലാതെ നാച്ചുറൽ ബർത്തിലൂടെ അല്ല ഒരു കമ്പനി രൂപം കൊള്ളുന്നത്. ഇറ്റ് ഈസ് ഇൻവിസിബിൾ, കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, അതിന് ലൈഫില്ല, പക്ഷേ ഇറ്റ് എക്സിസ്റ്റ് ഇൻ ദി ഐസ് ഓഫ് ലോ. ഓക്കെ. തേർഡ് ഫീച്ചർ ഇസ് കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി. ബീങ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, എ കമ്പനി ഈസ് എ ലീഗൽ എൻറ്റിറ്റി different and separate from its promoters, members, directors and other stakeholders. It has its own corporate name and work under that name. ദോ നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പേഴ്സൺ അല്ലെങ്കിൽ പോലും അതിന് അതിൻ്റേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി ഉണ്ട്. അതൊരു ലീഗൽ എൻറ്റിറ്റിയാണ്. അതേപോലെ അതിൻ്റെ മെമ്പേഴ്സിൽ നിന്ന് ആ കമ്പനി വ്യത്യസ്തനാണ്. കമ്പനി വേറെ, മെമ്പേഴ്സ് വേറെ, അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് വേറെ, ഡയറക്ടേഴ്സ് എല്ലാം സെപ്പറേറ്റ് ആണ്. കമ്പനി എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റേതായ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്, ഒരു ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ കോർപ്പറേറ്റ് നെയിം ആൻഡ് വർക്ക് അണ്ടർ ദാറ്റ് നെയിം. കമ്പനിക്ക് കമ്പനീൻ്റേതായ ഒരു പേരും ആ പേരിൽ നിന്നുകൊണ്ടാണ് കമ്പനി വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ഹോൾഡ് ഇറ്റ്സ് അസറ്റ്സ് ഇൻ ഇറ്റ്സ് ഓൺ നെയിം, ക്യാൻ സ്യൂ ഓർ ബി സ്യൂഡ് ഇൻ ഇറ്റ്സ് ഓൺ നെയിം, ക്യാൻ ബോറോ ഓർ ലെൻഡ് ഫണ്ട്സ്, ഓപ്പൺ ബാങ്ക് അക്കൗണ്ട്സ്, എൻ്റർ ഇൻ ടു കോൺട്രാക്ട്സ് ഇൻ ഇറ്റ്സ് ഓൺ നെയിം. ഇപ്പം സാധാരണ ഒരു വ്യക്തി ചെയ്യുന്നത് പോലെയുള്ള ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കമ്പനിക്ക് കമ്പനിയുടെ കോർപ്പറേറ്റ് നെയിമും കോർപ്പറേറ്റ് എൻറ്റിറ്റിയും ഉപയോഗിച്ച് നടത്താൻ സാധിക്കും. Any of its shareholders or directors or other officers cannot be held liable for the acts of the company even if he or it holds the entire share capital. അപ്പം കമ്പനിയുടെ പേരിൽ നിന്നുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കമ്പനി തന്നെയായിരിക്കും ഉത്തരവാദി. അതിൻ്റെ പിന്നെ നമ്മളതിൻ്റെ അകത്ത് ആരാണ് എങ്ങനെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വേണം ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. The shareholders or individual directors are not the agents of the company and so they cannot bind the company by their personal acts. Company means a company incorporated under this act or any other previous act. So company is a corporate company has a corporate personality or legal entity which is separate from its members. Next feature is limited liability. According to section 3 subsection 2, a company may be a company limited by shares or a company limited by guarantee or an unlimited company. So there can be three types of company: a company limited by shares, a company limited by guarantee and an unlimited company. A company limited by shares means the liability of the members towards the company is limited to the amount unpaid on their shares only. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ദ അൺപെയ്ഡ് എമൗണ്ട് ഓഫ് ദെയർ ഷെയർസ്. അവർ എത്രത്തോളമാണോ അവരുടെ ഷെയറിൽ അടയ്ക്കാത്തത് അത്രയും മാത്രമേ ആ കമ്പനീസിൻ്റെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ഉള്ളൂ. രണ്ടാമത്തത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അവിടെ ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ടുവേർഡ്സ് ദ കമ്പനി is limited to the amount of guarantee prescribed in the Memorandum of Association. Further, in such companies, the members can be made liable only in the event of winding up of the company. അപ്പോൾ ഇവിടെ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയിൽ എത്രയാണ് കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ കൃത്യമായിട്ടും നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞ അത്രയും മാത്രമേ അവിടെ കമ്പനിയിലെ മെമ്പേഴ്സിന് ലയബിലിറ്റി ഉണ്ടായിരിക്കുകയുള്ളൂ. അതുമാത്രമല്ല ആ കമ്പനീസിൽ മെമ്പേഴ്സിനെ വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ മാത്രമേ ലയബിൾ ആക്കുന്നുള്ളൂ. മെമ്പേഴ്സ് ആർ മെയ്ഡ് ലയബിൾ ഓൺലി ഇൻ ദി ഇവൻ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. തേർഡ് വൺ ഇസ് അൺലിമിറ്റഡ് കമ്പനി. അൺലിമിറ്റഡ് കമ്പനി മീൻസ് ഇവിടെ ലയബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ആർ അൺലിമിറ്റഡ് ടുവേർഡ്സ് ദ കമ്പനി. അവരുടെ ലയബിലിറ്റി ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് ആണ്. ബട്ട് ഇൻ നൺ ഓഫ് ദി അബവ് കേസസ് മെമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ് ലയബിൾ ടു എനി വൺ else except company for any act of the company or directors. അപ്പോൾ കമ്പനി അല്ലെങ്കിൽ കമ്പനിയുടെ ഡയറക്ടേഴ്സ് അവരൊക്കെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആക്ടിന് മേൽ കമ്പനിയുടെ മെമ്പേഴ്സ് ലയബിൾ ആയിരിക്കുക ഇല്ല. ഓക്കെ, സോ ദീസ് ആർ ദ 3 types of company: limited liability companies, guarantee companies and unlimited companies. ഈ രീതിയിലാണ് കമ്പനിയുടെ ലയബിലിറ്റീനെ ബേസ് ചെയ്തുകൊണ്ട് കമ്പനീസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് അൺ അൺലിമിറ്റഡ് കമ്പനി.
Next feature of a company is perpetual succession. Perpetual succession means the company will exist forever. From the date of incorporation mentioned in the certificate of incorporation, every company has a perpetual succession. A company is an artificial person created by law, therefore, it can be dissolved or wind up by law. In other words, members may come and go, but company can go forever. സോ പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി അത് എന്നാണോ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, എന്നാണോ അതിന് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ലഭിച്ചിട്ടുള്ളത്, അന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ആ കമ്പനി പൊയ്ക്കൊണ്ടിരിക്കും. കമ്പനിയുടെ അകത്തുള്ള മെമ്പേഴ്സ് ചിലപ്പോൾ മാറാം, പക്ഷേ കമ്പനിക്ക് അതിൻ്റേതായ ഒരു സക്സഷൻ ഉണ്ടായിരിക്കും. ഇറ്റ് വിൽ ഗോ ഫോർ എവർ അൺലെസ് ഇറ്റ് ഈസ് ഡിസോൾവ്ഡ് ഓർ വൗണ്ട് അപ്പ്. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചർ ഇസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. A company is separate legal entity having its own corporate name. It can hold properties on its own name. No member can claim himself to be the owner of the company's property during its existence. In other words, the property of a company is not the property of individual members. So, company വേറെ, കമ്പനിയിലെ മെമ്പേഴ്സ് വേറെ. കമ്പനി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി ആണ്. കമ്പനിക്ക് അതിൻ്റെ പേരിൽ തന്നെ നിന്നുകൊണ്ട് ഓരോ ആക്ടിവിറ്റീസും ചെയ്യാം. കമ്പനിയിലെ മെമ്പേഴ്സിനൊന്നും കമ്പനിയിലെ പ്രോപ്പർട്ടീസൊന്നും അവരുടേതായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. കമ്പനി ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഇസ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. According to Section 44 of Companies Act 2013, the shares or debentures or other interest of any member in a company shall be movable property, transferable in the manner provided by the articles of the company. So, അക്കോർഡിംഗ് ടു സെക്ഷൻ 43 കമ്പനീസ് ആക്ട് 44 പ്രകാരം പറയുന്നത് ഷെയർ അല്ലെങ്കിൽ ഡിബെഞ്ചർ അല്ലെങ്കിൽ എനി അതർ മൂവബിൾ പ്രോപ്പർട്ടി എങ്ങനെയാണോ കമ്പനിയിലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറഞ്ഞിട്ടുള്ളത് ആ രീതിയിലായിരിക്കും അതിൻ്റെ ട്രാൻസ്ഫറബിലിറ്റി നടക്കേണ്ടത്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 68 ഓഫ് കമ്പനീസ് ആക്ട് 2013, private company may restrict the right to transfer its shares through its articles of association. But a public company cannot restrict the transfer of shares. അപ്പം പബ്ലിക് കമ്പനീസിൽ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്, ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. പക്ഷേ പ്രൈവറ്റ് കമ്പനീസിൽ അവരുടെ ഷെയറിൻ്റെ ട്രാൻസ്ഫറബിലിറ്റി അവരുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടുക. നെക്സ്റ്റ് ഇസ് കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. എ കമ്പനി ഈസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഹാവിംഗ് ഇറ്റ്സ് ഓൺ കോർപ്പറേറ്റ് നെയിം. Therefore, according to Section 9, company may sue or be sued in its own name, not in the name of its directors or members. കമ്പനിക്ക് അതിൻ്റേതായ പേരിൽ നിന്നുകൊണ്ട് തന്നെ സ്യൂ ചെയ്യാനും സ്യൂ ചെയ്യപ്പെടാനും ഒക്കെയുള്ള റൈറ്റ് ഉണ്ട്. കമ്പനിക്ക് അവരുടെ മെമ്പേഴ്സിൻ്റെ പേരിൽ വേണമെന്നില്ല, കമ്പനീൻ്റെ പേരിൽ തന്നെ ഇറ്റ് ക്യാൻ ബി സ്യൂഡ് ആൻഡ് ബി ഇറ്റ് ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ്. Next is contractual rights. A company is an artificial person created by law. Therefore, like natural person, it can enter into contract in its own name through its agent. കമ്പനി ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ പേഴ്സൻ്റെ പോലെ തന്നെ കോൺട്രാക്റ്റുകളിൽ കമ്പനിക്ക് കമ്പനിയുടെ പേരിൽ നിന്നുകൊണ്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലാസ്റ്റ് വൺ ഇസ് കോമൺ സീൽ. On incorporation, a company may have a common seal. Since a company has no physical existence, therefore it has to act through its agents only. To put restriction on the misuse of the powers of those agents, contracts entered into by anyone on behalf of the company may be under the common seal of the company. അപ്പം കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കമ്പനിക്കൊരു കോമൺ സീല് ലഭിക്കും. ആ കോമൺ സീലിലൂടെ ആയിരിക്കും കമ്പനിയുടെ കാര്യങ്ങളൊക്കെ, അതായിരിക്കും കമ്പനിയുടെ നെയിം. അത് വെച്ചിട്ടാണ് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. പക്ഷേ അതിലൊരു മിസ്യൂസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ കമ്പനിയുടെ ഏജൻസൊക്കെ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് to put restriction on the misuse of the powers of those agents, contracts entered into by anyone on behalf of the company may be under the common seal. അപ്പോൾ കമ്പനിയുടെ ആ കോമൺ സീലിലായിരിക്കണം ഏജൻസൊക്കെ എല്ലാം പെർഫോം ചെയ്യേണ്ടത്. The common seal act as the official signature of the company. ആ കോമൺ സീലാണ് കമ്പനിയുടെ ഒഫീഷ്യൽ സിഗ്നേച്ചർ ആയിട്ട് നിലകൊള്ളുന്നത്. After Companies Amendment Act 2015, it is not compulsory for the company to have common seal. Thus, a company may or may not have common seal. അപ്പം
ഈ കമ്പനീസ് ആക്ട് 2013 അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു 2015. ആ സമയത്ത് കമ്പനിക്ക് കോമൺ സീല് നിർബന്ധമല്ല എന്നുള്ള രീതിയിലാണ് അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കമ്പനിക്ക് കോമൺ സീല് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രോബ്ലം ഇല്ല. Thus a company may or may not have a common seal. So these are the different features of company according to Companies Act 2013. Voluntary association, artificial legal person, corporate personality, limited liability, perpetual succession, separate legal entity, transferability of shares, capacity to sue and be sued, contractual rights, common seal. Thank you.